നമസ്കാരം, സിമി ഡിസൈനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വന്ന കമൻസിൽ കുറേ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൂടെ റിപ്ലൈ കൊടുത്താൽ മനസ്സിലാവില്ല എന്ന് തോന്നിയ കുറച്ച് കമൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കാം. ഇത് മറ്റുള്ളവർക്കും കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്താണെന്നറിയാമോ? സ്കൂട്ടി പതിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പിന്നെ നിന്നും വരുന്ന വണ്ടി ഹോൺ അടിക്കുമ്പോൾ അവരോട് മുന്നിലേക്ക് കയറി പോകാൻ ഏത് സിഗ്നലാണ് നമ്മൾ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സിഗ്നൽ കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ഇടത് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുക. ഇടത് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? പുറകിൽ നിന്ന് നമ്മുടെ ഇടത് സൈഡിലൂടെ വണ്ടി വരുന്നുണ്ടോ, നമുക്ക് ഇടത് സൈഡിലേക്ക് ഒതുക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ജസ്റ്റ് ഇടത്തേക്കൊന്ന് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ, നിർത്തണം എന്നില്ല, ഇടത്തേക്കൊന്ന് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ നമ്മൾ ഇടത്തേക്കാണ് നീങ്ങുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ വലതുവശത്തൂടെ കയറി പോവുകയും ചെയ്യും. അന്നേരം അവർ ഹോൺ അടിക്കുന്നത് അതുകൊണ്ടാണ്, നിങ്ങൾ പൊക്കോട്ടെ എന്നാണ് ഈ ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ വലത്തോട്ട് തിരിയോ എന്നൊക്കെ അവർക്കറിയില്ലല്ലോ, നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നമ്മളല്ലേ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാണ് അവരങ്ങനെ ഹോൺ അടിക്കുന്നത്. പക്ഷേ മിക്കവാറും ആൾക്കാർ അങ്ങനെ ഹോൺ അടിക്കൊന്നുമില്ല കേട്ടോ. അവർ ഇങ്ങനെ സ്ഥലം നോക്കി നോക്കി ചിലപ്പോൾ അങ്ങ് കയറി പോകത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെയാണ് അങ്ങനെ ഹോൺ അടിച്ച് ഞാൻ പോവട്ടെ കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ ഒന്നെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ അഥവാ ഇടാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഇടത്തേക്കൊന്ന് ഒതുക്കിയിട്ട് ഒരു ഹോൺ അടിച്ചു കൊടുത്താലും അവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഒതുക്കി കൊടുക്കുമ്പോഴും അല്ലെ വണ്ടി സ്ലോ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പം അന്നേരമൊക്കെ അവർക്ക് മനസ്സിലാവും കേട്ടോ, നമ്മൾ കയറി പൊക്കോളാനാണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. പിന്നെ ചിലവർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് എന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കൈകൊണ്ട് സിഗ്നൽ കാണിക്കും പൊക്കോളാൻ, നിങ്ങൾ വലത്തേക്ക് പൊക്കോ എന്നിങ്ങനെ അവരോട് പറയുന്നത്. വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടും, എന്നിട്ട് വലത്തേക്കുള്ള സിഗ്നൽ കാണിക്കും. എന്നുവെച്ചാൽ കൈകൊണ്ട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിക്കും. അപ്പം അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ കാണിക്കുകയേ ചെയ്യരുത്, അത് തെറ്റായ ഒരു സിഗ്നലാണ്. ഏറ്റവും നല്ലത് ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക, നമ്മൾ ഇടത്ത് ഭാഗത്തേക്ക് ഒന്ന് ഒതുക്കി സ്ലോ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടില്ല എങ്കിൽ തന്നെ, അല്ലെ ഇടാൻ വിട്ടുപോയി എങ്കിൽ തന്നെ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല എങ്കിൽ തന്നെ നമ്മൾ ഇടത്തേക്ക് ഒന്ന് ഒതുക്കിയിട്ട് സ്ലോ ചെയ്ത് കൊടുക്കുക വണ്ടി. എന്നിട്ട് അവരോട് ഹോൺ അടിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും കയറി പൊക്കോളാനാണ് പറഞ്ഞതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് കൈ കൊണ്ട് കയറി പൊക്കോ എന്നിങ്ങനെ സിഗ്നൽ കാണിക്കാൻ പറ്റും. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കൂലേ, നമ്മൾ ഇങ്ങനെ കയറി പൊക്കോന്ന് കാണിക്കും. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു കൈ ഹാൻഡിലേന്ന് വിട്ടിട്ട് ഇതെടുത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തുടക്കക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ കൈ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഹാൻഡിൽ വെട്ടിപ്പോവോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൈ എടുക്കാറില്ല. ഞാൻ സൈഡിലേക്ക് ഒന്ന് സ്ലോ ചെയ്തിട്ട് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ട് അവരോട് പൊക്കോളാൻ ഞാൻ ഹോണൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ സ്ലോ ചെയ്യുമ്പം തന്നെ ഇവർ കയറി പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്നുള്ളത് ഹസാർഡ് ലൈറ്റ്. ഹസാർഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അപകടത്തെ അറിയിക്കുന്ന, ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ട്, അല്ലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ഇതുണ്ട്, അല്ലെ ഒരു വണ്ടി പഞ്ചറായി കിടക്കുന്നു, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ് ഹസാർഡ് ലൈറ്റ്. ഇപ്പം അതൊരു അപകടമാണല്ലോ, ഒരു അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ലൈറ്റ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വെറുതെ ഓവർടേക്ക് ചെയ്ത് കയറി പോകാനും വേറെ റോഡിലേക്ക് കയറാനൊക്കെ ആയിട്ടും അങ്ങനെയൊന്നും നമ്മൾ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാറില്ല. ഏറ്റവും കൂടുതൽ നല്ല ഉപയോഗിക്കുന്നത് വണ്ടി പഞ്ചറായി കിടക്കുമ്പോൾ, പെട്ടെന്ന് സഡൻ ബ്രേക്ക് ആയിട്ട് നമുക്ക് വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സോ മറ്റോ നിർത്തിയിട്ടാൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടോ? അതോ അതിൻ്റെ പിന്നിൽ നമ്മൾ നിർത്തി വെക്കേണ്ടി വരുമോ? ഓവർടേക്ക് ചെയ്താൽ പിന്നിലെ വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? അങ്ങനെ കുറേ പേർക്ക്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഇപ്പോൾ കയറിപ്പോയാൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ, അങ്ങനെ കയറിപ്പോകാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്പം ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ സാഹചര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരരുത്,
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പുറകിലുള്ള വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കയറുന്ന സമയത്ത് ഈ പുറകിൽ നിന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് ഈ ബസ്സിനെ മറികടന്ന് ഞങ്ങളങ്ങ് പോകാം എന്ന് വിചാരിച്ചൊരു വണ്ടി കയറി വരികയും ആ സമയത്ത് തന്നെ നമ്മളൊരു വണ്ടി നമ്മളും കൂടെ വണ്ടി എടുത്ത് മുമ്പോട്ട് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് എടുത്ത് വെച്ചാൽ അവർക്ക് പിന്നെ അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല, മൊത്തത്തിൽ ബ്ലോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ മൊത്തം ഇങ്ങനെ ഇതായി കിടക്കും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട്. ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്ന ബസ്സാണേലും കാറാണേലും എന്തുവാണേലും നമ്മൾ കയറി പോവുകയാണ് എന്നുള്ള സിഗ്നൽ അവർക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ കുറച്ച് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ഹോൺ അടിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് പതുക്കെ എടുത്തിട്ട് ഹോൺ അടിച്ച് മുമ്പോട്ട് വണ്ടി എടുക്കുക. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ഹോൺ അടിച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ അതിലേക്കൂടെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഇവരിപ്പോൾ എടുക്കില്ല, അതിന് മുമ്പേ നമുക്ക് എന്തായാലും അവിടെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പ് നമ്മുടെ മനസ്സിനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഓവർടേക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, വലതുവശത്തേക്കുള്ള സിഗ്നൽ ഇട്ടിട്ട് ഒന്ന് മുമ്പോട്ട് വണ്ടി എടുത്ത്, വണ്ടി വരുന്നുണ്ടോ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ, വണ്ടി മുമ്പോട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ബസ്സോ അല്ലെ കാറോ അതിന് മുമ്പിൽ ഏത് വണ്ടിയുടെ മുമ്പിലാണോ നമ്മൾ കയറേണ്ടത് അങ്ങോട്ട് കയറുന്ന ആ ഒരു സമയത്ത് തന്നെ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ ഇടണം. എന്നുവെച്ചാൽ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഫ്രണ്ട് വരെ ആ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരെ എത്തി ഇടത് സൈഡിലെ നമ്മുടെ റോഡ് സൈഡിലേക്ക് വീണ്ടും കയറുമ്പോഴത്തേക്കും വീണ്ടും ഇടത് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടണം. കയറി കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കണം. അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഓവർടേക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇനി അത് ഈ ബസ്സൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഇങ്ങനെ നിർത്തിയാണ് പോകുന്നത്. അപ്പം നമ്മളത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെ 1 മിനിറ്റ് 2 മിനിറ്റ് ചിലപ്പോൾ ആളിറങ്ങുന്നതനുസരിച്ചാണല്ലോ അവരവിടെ നിർത്തുന്ന ടൈം. അപ്പം നമ്മൾ ഒരുപാട് നേരം അവരുടെ പുറകെ വെയിറ്റ് ചെയ്യണമെന്നില്ല. പോകണം നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് പോകാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാത്ത സമയത്ത് ഇപ്പോൾ ബ്ലോക്കുള്ള സമയത്താണ് ഇങ്ങനെ നമുക്കിപ്പോൾ നിർത്തി വെക്കേണ്ട സാഹചര്യം വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളും അവിടെ നിർത്തണം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്യാപ്പ് കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബ്ലോക്കായി പോവില്ലേ. നമ്മളും കൂടെ ആ തെറ്റ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കണക്കുന്ന പുറകെ കിടക്കുന്ന വണ്ടിക്കാരെല്ലാം നമ്മളെ വല്ലതൊക്കെ പറയും, ചീത്ത വിളിക്കും. അതുകൊണ്ട് നമ്മളും കൂടെ ക്ഷമയോടുകൂടി ആ ഒരു ഇതിൽ നിന്നേ പറ്റൂ. കാരണം അവിടുത്തെ ബ്ലോക്ക് മാറിയെങ്കിൽ ഈ പറയുന്ന എല്ലാവർക്കും പോകാൻ പറ്റൂ. പിന്നെ വലിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കാതിരിക്കുക, അതാണ് പറയാനുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയാവോ, എൻ്റെ വീടിന് മുകളിലോട്ട് വലിയൊരു കയറ്റമാണ്, ഞാൻ ഇതുവരെ ആ കയറ്റം കയറിയിട്ടില്ല. കയറ്റം കയറി മുകളിൽ ചെല്ലുമ്പോൾ ലെഫ്റ്റും റൈറ്റും റോഡുണ്ട്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് 2 സൈഡും നോക്കണം. അപ്പോൾ 2 ബ്രേക്കും പിടിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ച് കാല് കുത്തിയാൽ മതിയോ, പ്ലീസ് റിപ്ലൈ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭയങ്കര കയറ്റത്ത് എന്തായാലും നമ്മൾ വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും 2 ബ്രേക്കും അപ്ലൈ ചെയ്യണം. ഇനി കയറ്റം കഴിഞ്ഞ് ചെറിയ നിരപ്പിലേക്കാണല്ലോ നമ്മൾ ചെന്ന് കയറുന്നത്. ഒരു കയറ്റം കഴിഞ്ഞ് എന്തായാലും ഒരു ചെറിയൊരു നിരപ്പ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ നിരപ്പിലേക്കാണെങ്കിലും നമ്മൾ ചെന്ന് കഴിയുമ്പം ജസ്റ്റ് 2 ബ്രേക്കും ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അബദ്ധവശാൽ വണ്ടി ഒന്ന് പുറകോട്ട് ജസ്റ്റ് ഈ പുറകിലേക്കുള്ള ആ ഒരു ഇറക്കത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ വണ്ടി ഉരുണ്ട് പുറകോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ബ്രേക്കും അപ്ലൈ ചെയ്യണം. പിന്നെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കരുത്. ഒറ്റയടിക്ക് വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത് കയറ്റമാണേലും ഇറക്കമാണേലും നമ്മൾ മറിഞ്ഞു വീഴുകയും ചെയ്യും. നമ്മൾ വണ്ടി എല്ലാം കൂടെ മറിഞ്ഞു വീണ ആകെ കുളമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കയറ്റം കയറാനുള്ള ആക്സിലേറ്റർ എനിക്ക് കൊടുത്താൽ മതി, എത്രത്തോളം കൊടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു മുൻകരുതൽ നമുക്കുണ്ടായിരിക്കണം. എത്ര കൊടുക്കണമെന്ന് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. വണ്ടിക്കറിയില്ല, കൂടെ വരുന്നവർക്കറിയില്ല, അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്കറിയില്ല. നമ്മളാണ് നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടടുത്ത് നിർത്തണമെങ്കിൽ നമ്മളത് മുൻകൂട്ടി മനസ്സിൽ വിചാരിക്കണം, നേരത്തെ വിചാരിച്ചിരിക്കണം. ഒരു കുറച്ച് ആക്സിലേറ്റർ കൊടുത്താൽ ഈ കയറ്റം കയറി കഴിഞ്ഞാൽ അവിടെ എനിക്ക് നിർത്തണം. അപ്പം നിർത്തുന്നതിനനുസരിച്ച് ആക്സിലേറ്റർ കുറച്ചുകൊണ്ട് നമ്മൾ 2 ബ്രേക്കും
അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സഡൻ ആയിട്ട് ഈ വലത് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. അപ്പം പയ്യെ കൊണ്ട് 2 ബ്രേക്കും അപ്ലൈ ചെയ്തിട്ട് പയ്യെ കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ നിർത്തുക. എന്നിട്ട് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് ക്രോസ് ചെയ്ത് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? നമ്മൾ സിഗ്നൽ ചെല്ലുമ്പോൾ സ്ട്രെയിറ്റ് റോഡ് റെഡ് കാണിക്കും. ചില സ്ഥലത്ത് ചിലയിടത്താണെങ്കിൽ ലെഫ്റ്റിലോട്ട് ഒരു സിഗ്നലും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ലെഫ്റ്റൊക്കെ കയറി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫ്രീ ലെഫ്റ്റ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ കയറി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവിടെ ആണെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ സ്ലോ ആയിട്ടേ പോകാൻ പാടുള്ളൂ. ഒരുപാട് സ്പീഡ് എടുത്ത് പോകാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ സിഗ്നൽ മിക്കയിടത്തും ഈ തിരക്കുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ. വലിയ റോഡുകളിലൊക്കെ ആയിരിക്കും സിഗ്നൽ ഉണ്ടാവുക. ചെറിയ റോഡുകളിലൊക്കെ അങ്ങനെ ഫ്രീ ലെഫ്റ്റ് എടുത്ത് കയറി പോകാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. എല്ലായിടത്തും അങ്ങനെ സിഗ്നൽ ഇല്ല. പിന്നെ ചിലയിടത്ത് ഇങ്ങനെ ഒരു വളഞ്ഞൊരു വര പോലെ ഇങ്ങനെ അങ്ങോട്ട് ഒരു അരമാർക്ക് കൊടുത്തിട്ടുണ്ടാവും, പോകാം, ഇങ്ങോട്ട് കയറി പോകാമെന്ന്. അതായിരിക്കും അവിടുത്തെ സിഗ്നൽ. അപ്പം അങ്ങനെയുള്ളിടത്താണെങ്കിൽ കയറി പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കയറി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പുറകിൽ നിന്ന് വണ്ടി കയറി വരുന്നത് എങ്ങനെയാണ്, നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ, അങ്ങനെ കയറി പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വേണം. പതുക്കെ ശ്രദ്ധിച്ച് വണ്ടി സ്ലോ ചെയ്ത് മാത്രമേ അവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട്, ബ്രേക്ക് പിടിക്കുമ്പോൾ ഹാൻഡിലിന് കൂടുതൽ ബലം കൊടുക്കുന്നു. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് ഹാൻഡിലിന് ബലം കൊടുക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ മുറുക്കെ പിടിക്കാൻ നോക്കും. സത്യം പറഞ്ഞാൽ ഈ ഹാൻഡിൽ ലൂസാക്കി പിടിക്കുന്ന നമുക്കത് ആദ്യം അറിയത്തില്ല. നമ്മൾ എത്രയായാലും എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും, ഇപ്പോൾ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ വണ്ടിയെ മുറുക്കെ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ വണ്ടിയെ മുറുക്കെ പിടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഹാൻഡിൽ ബാലൻസ് ആക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ ഈ ഹാൻഡിലിനകത്തുള്ള മുറുക്കം, ഇപ്പം ബലം കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ആ ബലം കൊടുക്കുന്നത് എപ്പോഴാണോ ലൂസ് ആവുന്നത്, ഇപ്പം കയ്യിൽ ആ ഹാൻഡിൽ ഒരു ആക്സിലേറ്റർ കൊടുത്തതിന് ഇപ്പം നമ്മൾ ആ കൈ അവിടെ ഇല്ലെങ്കിലും നമുക്ക് ആ ആക്സിലേറ്ററിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഹാൻഡിൽ നേരെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ഹാൻഡിൽ ബാലൻസ്. എന്ത് പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും വണ്ടി മറിഞ്ഞു പോകാതെയും ചരിഞ്ഞു പോകാതെയും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഹാൻഡിൽ മുറുക്കെ പിടിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഏട്ടൻ എനിക്ക് അന്നേരം പോകുന്ന സമയത്ത് പറഞ്ഞു തന്ന ടിപ്പായിരുന്നു ഇത്. നീ ആ ഹാൻഡിലിൽ എപ്പോഴാണോ നിൻ്റെ കൈ ലൂസാവുന്നത്, എന്ന് വെച്ചാൽ ഹാൻഡിൽ മുറുക്കെ പിടിക്കാതെ ഇരിക്കുന്നത്, എന്നിട്ട് നിനക്ക് മുന്നോട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്, നീ വിചാരിക്കുന്ന പോലെ ഹാൻഡിൽ നേരെ നിർത്താൻ നിനക്ക് കഴിയുന്നത്, അപ്പോഴാണ് നിനക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടിയെന്ന് നീ വിചാരിക്കേണ്ടത്. അതുവരെ നീ അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്. പ്രാക്ടീസ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ആ രീതി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് സത്യമായിട്ടോ. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാനും ഈ വണ്ടിയിലുള്ള ഹാൻഡിലുള്ള ബലം പിടുത്തം, ഞാനും വണ്ടിയും കൂടെയുള്ള ബലം പിടുത്തം അങ്ങ് മാറി കിട്ടിയത്. അത് ഞാൻ തന്നെ മനസ്സ് വെച്ചിട്ടാട്ടോ. നമ്മൾ തന്നെ മനസ്സ് വെക്കണം, എങ്കിലേ അത് മാറത്തുള്ളൂ. അപ്പം അത് ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് വലിയൊരു കമൻ്റ് ആണ് കേട്ടോ. ഹലോ, നമസ്കാരം. സ്കൂട്ടർ റോഡിലൂടെ ഓടിക്കുമ്പോൾ വളരെ വീതി കുറഞ്ഞ റോഡാണ്. എല്ലാ ദിവസവും എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം രാവിലെ സൈഡിലേക്ക് തട്ടി സ്കൂട്ടർ പതിയെ മറിഞ്ഞു വീണു. തട്ടാതെ നേരെ പോകാനുള്ള വല്ല പരിഹാരവും ഉണ്ടോ? അതുപോലെ തന്നെ കയറുമ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ പരിഹാരം തരണം. 1 വർഷമായി സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. ശരിയാണെന്ന് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവുന്നില്ല. സൈഡിലേക്ക് ഇങ്ങനെ വിളിക്കുന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി ചരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നേരെ പോകുന്നു. ഇതിനൊക്കെയും പരിഹാരമായി ഒരു വീഡിയോ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ കമൻറ്റിന് മറുപടി തരാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി തരാം. അത് കഴിഞ്ഞ് നമ്മൾ ഹാൻഡിൽ നേരെ വെക്കേണ്ട രീതിയും അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്കിത് വായിച്ചപ്പം തോന്നിയത്, ഒന്നെങ്കിൽ ചിലപ്പം വെയിറ്റ് കുറഞ്ഞ വണ്ടിയായിരിക്കും. ഈ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, വെയിറ്റ് കുറഞ്ഞ വണ്ടിയാകുമ്പം വണ്ടി ഓടുന്ന സമയത്ത് നമുക്കിങ്ങനെ പാളിച്ചകൾ വരാറുണ്ട്, പാളി പോകുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പം നമുക്ക് ഹാൻഡിൽ ബാലൻസ് നന്നായിട്ട് ആയിട്ടുണ്ടാവണം എന്നില്ല. നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞാൽ നന്നായിട്ട് പോകും, ചിലപ്പോൾ അത് നമ്മുടെ മൈൻഡ് ഓക്കെ ആവണം എന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്ര നന്നായി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില ദിവസം നമ്മൾ രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്തോ അല്ലെ എവിടെയും ഇപ്പോൾ എവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്താണേലും
നമ്മൾ മൈൻഡ് ചിലപ്പം വേറെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു സുഖം ഉണ്ടാവില്ല വണ്ടി ഓടിക്കാൻ. പോണോ, വണ്ടി എടുത്തുകൊണ്ട് പോയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും വണ്ടി നന്നായിട്ട് ഓടിക്കാൻ പറ്റണേന്ന്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പം വേറെയും സങ്കടങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാവാത്തതുണ്ടാവും. അതൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വണ്ടി നേരെ ഓടിക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ പോലും നമ്മുടെ മൈൻഡ് നേരെ അല്ലാത്തത് ഈ വണ്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മൈൻഡ് നേരെ അല്ലാത്ത രീതിയിലായിരിക്കും ഓടുന്നത്. നമ്മൾ വിചാരിക്കും ഈ വണ്ടി എന്താ നേരെ പോവാത്തേന്ന് അന്നേരം നമ്മൾ വിചാരിക്കും. പക്ഷെ അത് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല, അത് വണ്ടിക്ക് മനസ്സിലായി കാണും. നമ്മൾ അന്നേരം ആ വണ്ടിക്ക് തന്നെ ഒരു അസ്വസ്ഥത, നമ്മളിങ്ങനെ നല്ലതായിട്ടല്ല ഇരിക്കുന്നത്. അവരുടെ വിഷമം അവരങ്ങനെയായിരിക്കും കാണിക്കുന്നത്. വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എത്ര മെൻ്റലി വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ. ഇപ്പം വിഷമമുള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മാക്സിമം ഒന്നെങ്കിൽ ആ വിഷമം ഒന്ന് റെഡിയായി ഓക്കെ ആയിട്ട് വണ്ടി മുമ്പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഇരുന്നൊന്ന് കൂളാവുക, വേറെ അല്ലെ ആരോടെങ്കിലും സംസാരിക്കേണ്ട ഇതാണെന്നുണ്ടെങ്കിൽ ആരോടെയും സംസാരിച്ചിട്ട് മൈൻഡ് കൂളാക്കിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ പോവുക, ശ്രദ്ധിച്ച് പതുക്കെ പോവുക. അന്ന് സ്പീഡ് എടുത്ത് പോവണ്ട. അപ്പോൾ പതുക്കെ പോകുമ്പോഴും നമുക്ക് ഈ ഹാൻഡിൽ വെട്ടലൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളതൊന്ന് ഹാൻഡിൽ ബാലൻസ് ചെയ്ത് ഓടിക്കാൻ തന്നെ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യേണ്ട, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഹാൻഡിൽ ബാലൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഓടിക്കാൻ പറ്റുന്നത്. അതിന് വേറൊരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ, അതായത് വണ്ടി മൂവ് ചെയ്യാൻ നമുക്കൊരു സ്പീഡ് 10 അല്ലെ 15 ഈ ഒരു സ്പീഡിൽ വണ്ടി മുമ്പോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഹാൻഡിൽ ബാലൻസ് ഉള്ളത് കൊണ്ടാണ്. ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഹാൻഡിൽ ബാലൻസ് ഉള്ളത് എന്ന് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ചില കാല് കുത്താതെ വണ്ടി ഓടിക്കാൻ ആൾക്കാർക്ക് പറ്റുന്നുണ്ടോ അതാണ് ഹാൻഡിൽ ബാലൻസ്. അവർക്ക് നന്നായിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും കുറഞ്ഞ സ്പീഡിൽ വണ്ടി ചരിയാതെ കാല് നിലത്ത് കുത്താതെ നമുക്കത് ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഹാൻഡിൽ ബാലൻസ് ഉണ്ടാവും. പിന്നെ വീതി കുറഞ്ഞ വഴിയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുറകിൽ നിന്നാണെങ്കിലും മുമ്പിൽ നിന്നാണെങ്കിലും വരുന്ന വണ്ടിക്ക് ഇപ്പം നമുക്കിപ്പോൾ അത്രയും സ്പീഡിൽ വരുന്ന വണ്ടിയെ കടത്തി വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. സ്ലോ ചെയ്തിട്ട് എവിടെയെങ്കിലും വേണമെങ്കിൽ നിർത്തി കൊടുക്കണമെങ്കിൽ നിർത്തി കൊടുക്കാം. അവരും കയറി പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ ചെയ്ത് സൈഡ് ഒതുക്കി പോയാൽ മതി. അപ്പം സൈഡ് ഒതുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കട്ടിങ് ഉള്ള ആ ഭാഗം ചേർത്ത് നമ്മൾ സൈഡ് ഒരിക്കലും ഒതുക്കി കൊടുക്കരുത്. നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ ടാറിങ്ങിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ വെച്ച് അവർ കയറി പോവണ്ട, അവർ നമ്മുടെ പുറകിൽ തന്നെ വരട്ടെ. അവിടെ വെച്ച് നമുക്ക് അവരെ കയറ്റി വിടാൻ പറ്റില്ലെങ്കിൽ കയറ്റി വിടണ്ട. അല്ലെ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, ഇപ്പം വലിയ ലോഡും ഇതൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കൊടുക്കുക. നിർത്തി കൊടുത്തിട്ട് അവർ പൊക്കോട്ടെ, അവർക്ക് അതിനകത്തൂടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകട്ടെ. അല്ല നമുക്കാണ് അന്നേരം, അല്ലെങ്കിൽ അവർ നിർത്തിയിട്ട് അവർ പറയാണ് നിങ്ങൾ എടുത്തോണ്ട് പൊക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പതുക്കെ എടുത്തോണ്ട് പോയി കഴിയുമ്പോൾ അവരെടുത്തോണ്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മളല്ലാതെ നമുക്ക് സ്ഥലമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വണ്ടി നിർത്തുകയും നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് മറ്റൊരാളെ കടത്തി വിടാൻ നോക്കിയാൽ നമ്മൾ മറിഞ്ഞു വീഴും. അതിനൊരു ഇട വരുത്തണ്ട. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ പറ്റുമെങ്കിൽ വീതി കുറഞ്ഞ റോഡിലൂടെയുള്ളൊരു വീഡിയോ മാക്സിമം പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. എത്ര നന്നായി വണ്ടി ഓടിക്കുന്നവനാണേലും എന്നെങ്കിലുമൊക്കെ മറിഞ്ഞു വീഴാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ മറിഞ്ഞു വീഴാൻ പോവാത്ത ആൾക്കാരുണ്ടാവില്ല, അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ആരും പറയത്തൊന്നും ഉണ്ടാവില്ല. നമ്മളെ എങ്ങനെയൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ നോക്കി ചിലപ്പം ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ കാണുമ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു അവരൊക്കെ നോക്കുന്നല്ലോ, എന്ത് ചെയ്യും, ആകെ നാണക്കേടായാലോ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അതൊക്കെ കൊണ്ടാണ് കൂടുതൽ ടെൻഷൻ നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട. ഉള്ളൂ കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.